നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെൻട്രി ഇൻഫോർമേഷനാണ്. സെലക്ട് കമ്പനി എടുക്കുക. അക്കൗണ്ട്സ് ഇൻഫോർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻവെൻട്രി ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലെ സ്റ്റോക്ക് ഐറ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഇൻവെൻട്രി ഇൻഫോർമേഷൻ. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്സ് ഓഫ് മെഷർ, വൗച്ചർ ടൈപ്സ്, കോപ്പി, അലോക്കേഷൻ ഡീറ്റെയിൽസ്, സ്റ്റാറ്റ്യൂട്ടറി ഇൻഫോർമേഷൻ, ടാക്സ് റേറ്റ്, സെറ്റപ്പ്. ഇത്രയും നമ്മൾ ഓരോന്നായി നോക്കാം. സ്റ്റോക്ക് ഗ്രൂപ്പ് ആദ്യം. സ്റ്റോക്ക് ഗ്രൂപ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ്. സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ഓരോ സ്റ്റോക്ക് ഗ്രൂപ്പ് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പ്. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ കുറേ സ്റ്റോക്ക് ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കുക. അതിൽ ക്രിയേറ്റ് ആണ് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എടുക്കുക, എൻ്റർ അടിക്കുക. ഇതിൽ നമുക്ക് എക്സാമ്പിൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഷോപ്പാണെന്ന് വിചാരിച്ചോ. കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് എന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ പ്രൈമറി കൊടുത്താൽ മതി. ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ആഡ് ചെയ്യണമെന്നുള്ളത് യെസ് കൊടുക്കുക. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അത് യെസ് കൊടുക്കുക. HSM കോഡ് ഡിസ്ക്രിപ്ഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. ടാക്സബിൾ കൊടുക്കുക. അതിൻ്റെ പെർസെൻറ്റേജ് കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസ് 18% ആണ്. അത് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളത് 18% കൊടുക്കുക. സെസ് സെസ് വേണമെങ്കിൽ കൊടുക്കുക. ആക്സെപ്റ്റ് യെസ്. അടുത്തത് വേറൊരു ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. ടെലിഫോൺ ആൻഡ് ആക്സസറീസ്. അതുപോലെ പ്രൈമറി ക്വാണ്ടിറ്റീസ് ആഡഡ് എസ്, GST എസ് കൊടുത്താലേ നമുക്ക് GST റേറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ടാക്സബിൾ ആണ്. അതും 18% തന്നെ. CGST 9%, SGST 9%, അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് 18% ആണത്. സെസ് വേണമെങ്കിൽ കൊടുക്കുക. എസ്. ഇപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ, ഇപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ, അത് കാണണമെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഇത് നോക്കണ്ട. കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്, ടെലിഫോൺ ആൻഡ് ആക്സസറീസ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ഗ്രൂപ്പ് ഇവിടെ ഡിസ്പ്ലേ എടുത്താൽ ഇതിനകത്ത് കാണാൻ പറ്റും. ഓൾട്ടർ കൊടുക്കണേ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിന് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, ഗ്രൂപ്പ് മാറിപ്പോയെങ്കിൽ അത് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് വേണ്ടാന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് മാത്രം മതിയെങ്കിൽ അത് കളയാൻ വേണ്ടി, ഇപ്പോൾ കളയണ്ട, ഞാൻ വെറുതെ കാണിച്ചു തരണം മാത്രം. കമ്പ്യൂട്ടറിന് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് ആക്സെപ്റ്റ് കൊടുത്താൽ സേവ് ആവും. ഇത് അങ്ങനെ തന്നെ കിടക്കട്ടെ, കാണിച്ചു തരണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇതും ഇതുപോലെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ അതെടുത്തിട്ട് ഓൾട്ടർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് സിംഗിൾ ഗ്രൂപ്പ് ക്രിയേറ്റിലുള്ള ഓപ്ഷൻ. ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് കാണാൻ വേണ്ടി ഡിസ്പ്ലേ, ആ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഓൾട്ടർ എടുത്ത് ചേഞ്ച് ചെയ്യാം. മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ്, കുറേ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. മൾട്ടി സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഹാർഡ്വെയർ, അണ്ടർ പ്രൈമറി കൊടുക്കുക. യൂണിറ്റ്സ് ആഡ് യെസ് കൊടുക്കുക. പിന്നെ അടുത്ത് വരണം സാനിറ്ററി ഐറ്റംസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. പ്രൈമറി യെസ്. ഇത് നമ്മൾ ഇനി ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് യെസ് പറഞ്ഞ് കൊടുക്കാം. കൺട്രോൾ അടിച്ചാൽ മതി, ആക്സെപ്റ്റായി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഗ്രൂപ്പം കാണണമെങ്കിൽ ഡിസ്പ്ലേ അടിക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ഐറ്റം, ഹാർഡ്വെയർ, സാനിറ്ററി ഐറ്റംസ് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ സിംഗിൾ സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ പോലെ തന്നെ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ അത് ഓൾട്ടർ അടിച്ചാൽ മതി.
ഇതിലേതെങ്കിലും ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് എൻ്റർ അടിച്ചിട്ട് ഓൾട്രേഷൻ വരുത്താവുന്നതാണ്. ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് ഗ്രൂപ്പിനെ പറ്റി. ഇനി അടുത്തത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ്. സിംഗിൾ സ്റ്റോക്ക് ഐറ്റം, മൾട്ടി സ്റ്റോക്ക്, ഇതുപോലെ തന്നെ മൾട്ടി സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, സിംഗിൾ സ്റ്റോക്ക് ഐറ്റം ഉണ്ട്. സിംഗിൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. മൾട്ടി സ്റ്റോക്ക് ഐറ്റവും ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. നമ്മൾ ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ പോലെ തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്യാനും ഡിസ്പ്ലേക്കും ഓൾട്ടർ ചെയ്യാനും. ക്രിയേറ്റ് സിംഗിൾ സ്റ്റോക്ക് ഐറ്റം. ഇതിൽ നമ്മൾ ഒരു ഐറ്റം കൊടുക്കുക, കമ്പ്യൂട്ടർ. അത് അണ്ടർ നമ്മളൊരു ഗ്രൂപ്പ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പാണ് ഇവിടെ കൊടുക്കേണ്ടത്. അണ്ടർ ഏത് ഗ്രൂപ്പ് വരുന്നത് കൊടുക്കാനാണ് അണ്ടർ. കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്, അതിൻ്റെ യൂണിറ്റ്സ് നമ്പർ കൊടുക്കുക. യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് ക്രിയേഷൻ ഞാൻ പിന്നീട് കാണിക്കാം. GST ആപ്ലിക്കബിൾ. സെറ്റ് ഓർ ഓൾട്ടർ യെസ് കൊടുക്കുക. HSN കോഡൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. കാൽക്കുലേഷൻ ടൈപ്പ്, ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഐറ്റം ഡേറ്റിനാണോ വാല്യൂ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് വാല്യൂ കൊടുക്കുക. വാല്യൂമിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണത്. ടാക്സബിലിറ്റി, ടാക്സബിൾ. കമ്പ്യൂട്ടറിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കുക, 18%. സെസ്സൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. ഗുഡ്സ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, ഇത് ഓപ്പണിംഗ് ബാലൻസ് ഐറ്റത്തിന് എന്തെങ്കിലും ഓപ്പണിംഗ്, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യണമല്ലോ, ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല. ഓൾറെഡി ഉള്ള ഐറ്റത്തിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കുക. ആക്സെപ്റ്റസ്. അടുത്തൊരു ഐറ്റം ടെലഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫോണിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. സാംസങ്. അതായത് ടെലഫോൺ ആൻഡ് ആക്സസറീസ് കൊടുക്കുക. യൂണിറ്റ്സ് ഇതുപോലെ നമ്പർ. GST ആപ്ലിക്കബിൾ, ഇത് എസ് കൊടുക്കുക. ഓൺ വാല്യൂ, ടാക്സബിലിറ്റി, ടാക്സബിൾ, അതും 18%, 18% കൊടുക്കുക. അത് ഗുഡ്സ് തന്നെയാണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ കൊടുക്കുക. ഓപ്പണിംഗ് വാല്യൂ, ഓപ്പണിംഗ് ഓൾറെഡി ഉള്ളതാണെങ്കിൽ കൊടുക്കുക. ഇതാണ് സിംഗിൾ സ്റ്റോക്ക് ഐറ്റം. മൾട്ടി സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോക്ക് ഐറ്റം ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാനാണ് മൾട്ടി സ്റ്റോക്ക് ഐറ്റം. നമ്മൾ മൾട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ അത് ചെയ്യാവുന്നതാണ്. സിംഗിൾ സ്റ്റോക്ക് ഐറ്റം ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഐറ്റം എല്ലാം കാണാം. കമ്പ്യൂട്ടർ, സാംസങ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അത് രണ്ടും കാണാൻ പറ്റും. ഓൾട്ടർ എന്ന് വെച്ചാൽ ഓൾട്ടർ ചെയ്യാൻ, ഇതിലെന്തെങ്കിലും ഓൾട്രേഷൻ വരുത്താം. ഇപ്പോൾ കമ്പ്യൂട്ടർ മാറ്റി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഏസർ, ലാപ്ടോപ്പിൻ്റെ പേര് ഏസർ എന്നോ അതെല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്പർ എസ്. അത് ബാക്കിയൊക്കെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ കമ്പ്യൂട്ടർ മാറി ഇവിടെ ഏസർ എന്ന് തോന്നും. അങ്ങനെ ഓൾട്രേഷൻ ചെയ്യണമെങ്കിലാണ് ഓൾട്ടർ ഓപ്ഷൻ. ഇതിൽ ക്രിയേറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിസ്പ്ലേ, ഓൾട്ടർ എല്ലാം കഴിഞ്ഞ്. മൾട്ടി സ്റ്റോക്ക് ഐറ്റം നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കുറേ ഐറ്റംസ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് കാണണമെങ്കിൽ ഡിസ്പ്ലേ, ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.